ഇത്തിരി മാറിയിരിക്കും. ഏട്ടൻ എഴുതി കൊടുക്കട്ടത്. ഇത് പ്രോജക്റ്റ് ആണ് ഏട്ടന്റെ. നല്ല ഏട്ടാ. ഇതെല്ലാം ആരും ചെയ്യും? ഗമ്മിട്ട് ഒട്ടിക്കോ? അമ്മയാണല്ലോ എഴുതുന്നത്. എനിക്ക് പണി തരുന്നത്. ടീച്ചറായ ഞാൻ തന്നെ പ്രോജക്റ്റ് കൊടുത്ത് ഞാൻ തന്നെ ചെയ്ത് നോക്ക്. അല്ലേടാ മിട്ടൂസേ? ഉണ്ടായിരുന്നല്ലേ പ്രോജക്റ്റ്? എന്നിട്ട് എന്ത് ചെയ്യും? എന്താ ഇതുപോലത്തെ പിക്ചർ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടിച്ചു കൊടുക്കണം. അവസാനം നിനക്ക് ഫ്രീ ആയിട്ടൊരു ക്രെഡിറ്റ് കിട്ടൂടാ. ഒന്നും ചെയ്യണ്ട, അമ്മ തന്നെ എല്ലാം ചെയ്തിട്ട് നിന്റെ പേര് എഴുതി. അല്ല വിട്ടു, ഒരു സൺഡേ ഉണ്ട് ഫ്രീ തരില്ല കേട്ടോ. രാവിലെ തൊട്ട് ഉച്ച വരെ അടുക്കളപ്പണി, തുണി കഴുക്ക്, വൃത്തിയാക്കല്. അത് കഴിയുമ്പോ ഈവനിങ് കിടക്കാൻ വിചാരിച്ച വെരി ഗുഡ്. കുട്ടികൾ ആരെങ്കിലും ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞതല്ലേ, നീ എന്തിനാ ചാടി കയറി ഞാൻ ചെയ്യാ പറഞ്ഞത്? അപ്പൊ അതെനിക്ക് ഇരട്ടിപ്പൊടിയായില്ലേ. അത് ഒരുത്തിക്ക് കയ്യിൽ മൈലാഞ്ചിട്ടതാ, കയ്യിലെ കോലം ഇങ്ങനെ. അത് കഴിഞ്ഞപ്പോ ഏട്ടൻ ഇങ്ങനെ. ഞാൻ എപ്പോഴാ റെസ്റ്റ് എടുക്കുന്നത്? രാത്രി മാത്രം റെസ്റ്റ് ഉള്ളൂ. കുട്ടിയല്ലേ, ഞാൻ വലുതായപ്പോ എല്ലാം ചെയ്യാം. ആയിക്കോട്ടെ, പാട്ടും വെച്ച് കേട്ട് അങ്ങനെയും ചെയ്യാം. അതാ വിട്ടു നിന്റെ ഫോട്ടോ. അതാ നിന്റെ ഫോട്ടോ. വെക്കണ്ട, കോങ്ങല്ല കൊരങ്ങ് വെക്കണ്ട. ആ പാട്ട് പാടിക്കേ പോയിട്ടു. വിട്ടു പാട്ട് പാടുവോ? ലൈൻ മാറിയില്ലേ? ലൈൻ പോയില്ല. ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് വളഞ്ഞ് നേരെ പോയിട്ട് ആ കുഴപ്പമില്ല. പാത്തു ഇതെന്താടി? എന്താ പേര്? നമ്മൾ മലയാളത്തിൽ എന്താ പറയാ? പൂവൻ കോരി. പൂവൻ കോരി, പൂവൻ കോഴി, കോഴി. എളുപ്പം വെറുതെ കത്ത് സീസർ എടുക്കണം, കട്ട് ചെയ്യണം. ഷേർ ഖാൻ. അവള് ജംഗിൾ ബുക്കിൽ മൗകളിട് പറയാണ് ഷേർ ഖാൻ. അതല്ല, ടൈഗർ. അമ്മയ്ക്കൊന്നും ജംഗിൾ ബുക്ക് അറിയില്ല. അതൊക്കെ ജംഗിൾ ബുക്ക് കാണുന്നവർക്ക് അറിയുള്ളൂ, നമുക്കറിയുള്ളൂ. അതെയോ? അങ്ങനെ സൺഡേ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പ്രോജക്റ്റ് വർക്ക്. അല്ലേ വിട്ടു?